കർത്താവിന് വേണ്ടി നമുക്ക് നമ്മുടെ കരങ്ങളെ ഒന്ന് അടിച്ച അല്പസമയം ഇന്ന് പകൽക്കാലം കർത്താവിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ ആമേൻ ആമേൻ. പ്രൈസ് ഗോഡ് പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്ന വലിയ ഒരു ദൈവിക സന്തോഷം നമ്മുടെ മധ്യത്തിലേക്ക് ദൈവം തുറന്നു വിട്ടിരിക്കുന്നു. അത് സാന്നിധ്യത്തിന്റെ പ്രത്യേകതയാണ്. In his presence there is fullness of joy. അത് ഏത് സങ്കീർത്തനത്തിലാണ് എഴുതിയിരിക്കുന്നത്? ഓക്കെ, അത് എടുത്തൊന്ന് വായിക്കാമോ? ഈ ദിവസങ്ങളിൽ ദൈവവചനം നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിലേക്ക് നിറയട്ടെ. നമ്മുടെ ഹൃദയമാകുന്ന ബാങ്കിൽ ദൈവത്തിന്റെ വചനം എന്ന കറൻസിയെ നമുക്ക് നിക്ഷേപം ചെയ്യാം. ഹൃദയമാകുന്ന നമ്മുടെ ബാങ്കിൽ എന്ത് ചെയ്യണം? നിക്ഷേപം ചെയ്യാം. ആരെങ്കിലും എന്ന് പറഞ്ഞു ദൈവവചനം എന്ന കറൻസിയെ നമുക്ക് എന്ത് ചെയ്യാം? Psalm 16 16-ാമത്തെ സങ്കീർത്തനം. ഈ ആരാധനയിൽ ഈ ദൈവ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? In the presence what happens? ദൈവത്തിന്റെ സാന്നിധ്യം. നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടും. ആലയം പുക കൊണ്ട് നിറഞ്ഞു, ആലയം മേഘം കൊണ്ട് നിറഞ്ഞു, ആലയം മഹത്വം കൊണ്ട് നിറഞ്ഞു, ആലയം സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു. 16-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യം. യെസ്, You will make known to me the path of life. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. In your presence is fullness of joy. നിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയും. In your right hand there are pleasures forever. നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. ആ കരങ്ങളൊന്ന് വീശി. ഹല്ലേലൂയ. In your presence, somebody say, in the presence of God there is not half joy, not little joy, there is fullness of joy. Amen. നിന്റെ സന്നിധിയിൽ നമുക്കൊന്ന് പറയാം. നമ്മുടെ വാകളെ വിശാലമായി തുറന്ന് നമുക്കൊന്ന് ഏറ്റു പറയാം. നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി വന്ന് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ എന്താ ഉള്ളത്? അല്പ സന്തോഷമല്ല, കവിഞ്ഞൊഴുകുന്ന ഒരു സന്തോഷം. സന്തോഷത്തിന്റെ പരിപൂർണതയും നിന്റെ വലത്ത് ഭാഗത്ത് എന്നും പ്രമോദം. Wow, that's the best place to be in. അതുകൊണ്ട് നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ വേദനിച്ചിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ സ്റ്റക്ക് ആയിരിക്കുകയാണെങ്കിൽ, the house of God is the best place to be. ആമേൻ. നാം ദൈവത്തെ ആരാധിച്ച് സ്തുതിക്കുമ്പോൾ നാം പോലും അറിയാതെ ഒരു ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളെ അങ്ങ് മൂടും. ആമേൻ. ഞങ്ങളുടെ ഗ്രേസ് മോൾ പറയുന്ന സ്തോത്രം. അപ്പേ അമ്മയൊക്കെ കൊണ്ട് പ്രാർത്ഥിക്കുന്ന കണ്ടിട്ടില്ലേ? ശലോം. അപ്പേ അമ്മയൊക്കെ കൊണ്ട് പ്രാർത്ഥിക്കും. എന്താ സംഭവിക്കുന്നത്? പ്രൈസ് ഗോഡ്. പെട്ടെന്ന് ഒരു പവർ അങ്ങോട്ട് വരും. ഹല്ലേലൂയ. അത് പറയാ, നിങ്ങൾ ആ കൈയൊക്കെ ഒന്ന് ചലിപ്പിച്ച് പറയാ, പെട്ടെന്ന് ഒരു പവർ. Somebody say, പെട്ടെന്ന് ഒരു പവർ വെളിപ്പെടും. പെട്ടെന്ന് ഒരു പവർ. Amen, amen, amen. 23-ാം സങ്കീർത്തനം 5-ാം അധ്യായം. ഇടയൻ രാജാവായി തീർന്ന ദാവീദിന്റെ ഒരു സാക്ഷ്യമാണ്. ശത്രുക്കൾ കാണുകെ നീ എനിക്ക് എന്ത് ചെയ്യുന്നു? നീ എനിക്ക് മേശ. ആരോടൊക്കെയോ ദൈവത്തിന്റെ ദൂതാണത്. You prepare a table in the presence of my enemy. ശത്രുക്കൾ കാണുകെ എന്ത് ചെയ്യും? ദൈവം എനിക്ക് വേണ്ടി ഒന്ന് പറഞ്ഞ വിരുന്ന്. ശത്രുവാണ്, ഫൈറ്റ് ആണ്, പ്രശ്നമാണ്, പ്രോബ്ലം ആണ്. പക്ഷെ ദാവീദ് പറയുകയാണ്, നീ അറിയാത്ത നിലവാരത്തിൽ നിനക്ക് വേണ്ടി എന്താ ചെയ്യുന്നത്? ദൈവം എന്താ ചെയ്യുന്നത്? നിനക്ക് വിരുന്ന് ഒരുക്കുകയാണ്. കരം അടിച്ച് നമുക്ക് ഏറ്റെടുക്കാം. ഇന്ന് പ്രതിസന്ധിയാണ് നീ കാണുന്നത്, നീ പ്രതിബന്ധമാണ് കാണുന്ന വിഷയങ്ങളാണ്, പ്രശ്നങ്ങളാണ്, നിന്നെ ഓടിക്കുകയാണ്. പക്ഷെ ദൈവം നിനക്ക് വേണ്ടി വിരുന്ന് ഒരുക്കുകയാണ്. മറു സൈഡ് ദാവീദ് അത് തിരിച്ചറിഞ്ഞു, താനത് അനുഭവിച്ചു. And then he said, നീ എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നിങ്ങളുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുക. ഈ ആരാധനയിൽ എന്താ സംഭവിക്കുന്ന? ഒരു അഭിഷേകം നടക്കുകയാണ്. നിന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം. എല്ലാവരും പറഞ്ഞ അഭിഷേകം. കൈയൊക്കെ തലയിലൊക്കെ ഒന്ന് വെച്ചിട്ട്, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം. ഹല്ലേലൂയ. അഭിഷേകം ചെയ്യപ്പെട്ട നീ എന്താ സംഭവിക്കുന്ന? നിന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുവാൻ തുടങ്ങും. ഹല്ലേലൂയ. നിന്റെ തലയെ എണ്ണ വീണാൽ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ആ എണ്ണ വീഴുകയാണ്. എന്താണ് അഭിഷേകം? ദൈവത്തിന്റെ സാന്നിധ്യം. It's the presence and the power of the Holy Ghost. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും. എന്താണ് അഭിഷേകം? What's the anointing? Somebody say the anointing. Somebody say the anointing. What's the anointing? എന്താണ് ഈ അഭിഷേകം? എന്താണ് ഈ anointing? It's the presence and the power of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും ശക്തിയുമാണ്. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. എന്റെ പാനപാത്രം നിറഞ്ഞ് നമ്മെ കവിയുമാർ. ആ കരം അടിച്ച് ഹല്ലേലൂയ. നിങ്ങൾ എങ്ങനെയെങ്കിലും ഒക്കെ പ്രതികരിക്കണം, അതിനെ പിടിച്ചെടുക്കണം. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശകളെ മാറ്റുവാൻ, ഡെസ്റ്റിനികളെ മാറ്റുവാൻ, അടഞ്ഞിരിക്കുന്ന ഉദരങ്ങളെ തുറക്കുവാൻ, അടഞ്ഞിരിക്കുന്ന വാതിലുകളെ തുറക്കുവാൻ, എവിടെയെങ്കിലും ഒക്കെ വഴിമുടി നിൽക്കണമെങ്കിൽ ഇന്ന് ഇവിടെ വെളിപ്പെടുന്ന ഈ അഭിഷേകം അതിനെ ചവിട്ടി തുറക്കാം. ഓ ഹല്ലേലൂയ. നന്മയും കരുണ ഇന്ന് നിങ്ങൾ ഈ ആലയത്തിൽ വന്നെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു, ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിരന്തരമായി ദൈവത്തിന്റെ ആലയത്തിലേക്ക് നിങ്ങൾ വന്നുവെങ്കിൽ, ദൈവവചനം കേൾക്കുന്നുവെങ്കിൽ, അതനുസരിച്ച് സ്വീകരിക്കുന്നുവെങ്കിൽ, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ, there is no secret, there is no magic. അതിനെ ഏറ്റെടുക്കണം. നന്മ നിന്റെ അവകാശമാണ്. ദൈവത്തിന്റെ കരുണ നിന്റെ അവകാശമാണ്. That's your portion. ഒരു പന്ന പിശാചിനും അത് നിന്റെ ജീവിതത്തിൽ തട്ടിക്കൊണ്ടുപോകാൻ കഴിയുകയില്ല. Hallelujah.
നന്മയും കരുണയും നീ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. നീ ദൈവത്തെ ഒന്ന് പിടിക്കുക, നീ ദൈവത്തെ ഒന്ന് അന്വേഷിക്കുക. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം ഒക്കെ that will follow you. Somebody say goodness and mercy shall follow me. ഞാൻ അതിനെ പിന്തുടരുകയല്ല, അതെന്നെ പിന്തുടരുക. ഇത് പകൽക്കാലം എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ ഒരു അഭിവൃദ്ധി കൽപ്പിക്കുന്നു. ആത്മാവ് ദേഹി ദേഹത്തിൽ ഒരു വർദ്ധനവ്, ദൈവത്തിന്റെ നന്മ കവിഞ്ഞൊഴുകട്ടെ. Amen, amen. സീസൺ മാറി. ഈ സീസണിൽ പിശാച് നമ്മളെ ആക്രമിച്ച് നമ്മളെ പീഡിപ്പിക്കുകയല്ല, നമ്മൾ അവനെ ആക്രമിച്ച് അവന്റെ കോട്ടകളെ തകർക്കുകയാണ്. സീസൺ മാറി. പിശാച് നമ്മളെ ആക്രമിച്ച് നമ്മളെ പീഡിപ്പിക്കുകയല്ല, നമ്മൾ അങ്ങോട്ട് കടന്നു. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ, ശത്രു കോട്ടകളെ പിടിച്ചടക്കുവാൻ. ദാവീദിന് ഒരു ആട്ടിൻകുട്ടിയെ സിംഹം തിന്നുവാൻ നോക്കി നിന്നില്ല. അവൻ ദാവീദ് എന്ത് ചെയ്തു? ഓ, റിസ്ക് ആണല്ലോ, പാടാണല്ലോ എന്ന് നോക്കിയതില്ല. താൻ എന്ത് ചെയ്തു? തന്റെ മേൽ വെളിപ്പെട്ട ദൈവത്തിന്റെ ആ സാന്നിധ്യം, തനിക്ക് ദൈവത്തെ കുറിച്ചുള്ള അറിവ് എന്ത് ചെയ്തു? തന്റെ ആട്ടുകുട്ടിക്ക് വേണ്ടി താൻ ആ കരടിയോട് സിംഹത്തോട് താൻ യുദ്ധം ചെയ്തു. ഈ ദിവസങ്ങളിൽ ശത്രു എന്തെങ്കിലും സമ്മതിച്ചെങ്കിൽ അതിന്റെ വായെ നാം വലിച്ച് we are tearing the lions, we are tearing the bears. Oh yes. Oh, എന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകം പൈശാചിക ബന്ധനത്തിൽ കിടക്കുന്ന, പൈശാചിക കെട്ടുകളിൽ കിടക്കുന്ന ജീവിതങ്ങളെ വലിച്ചു കീറുന്ന, രക്ഷിക്കുന്ന, വിടുവിക്കുന്ന ഒരു അഭിഷേകം. Come on, come on, come on. ആ കരങ്ങളെ അടിച്ച് പിശാച് എന്റെ മകനെ തൊടാൻ വന്നാൽ, എന്റെ മകളെ തൊടാൻ വന്നാൽ, എന്റെ കൂടപ്പറപ്പുകളെ തൊടാൻ വന്നാൽ, you have it. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ അഭിഷേകം നമ്മുടെ മേൽ പകരപ്പെടുകയാണ്. യുദ്ധത്തിന്റെ ധ്വനികൾ ചുറ്റും കേൾക്കുമ്പോൾ ദൈവരാജ്യം ശക്തിപ്പെടുകയാണ്. അതുകൊണ്ട് quit speaking weakness, quit speaking defeat, quit speaking failure, quit speaking what you are not. അതുകൊണ്ട് ബലഹീനതയും പരാജയവും സംശയവും ഇല്ലായ്മയും നീ സംസാരിക്കുന്നത് നിർത്ത്. ഹല്ലേലൂയ. നിന്നെ യഹൂദ ഗോത്രത്തിലെ സിംഹത്തോടു കൂടിയാ എന്നെ കണക്ട് ചെയ്തിരിക്കുന്ന. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഗർജിക്കും, അതുകൊണ്ട് ഞാൻ ഗർജിക്കും. ഒന്ന് പറഞ്ഞേ, അതുകൊണ്ട് ഞാൻ ഗർജിക്കും. പന്ന പിശാചേ, നീ എത്ര വിഷയം ഉണ്ടാക്കിയാലും അതിന്റെ മധ്യത്തിൽ ഗർജിക്കുവാൻ എനിക്ക് കഴിയും. അതെ, ദാവീദ് ചാടി ആ സിംഹത്തെ ഫൈറ്റ് ചെയ്തപോലെ പൈശാചിക സിംഹങ്ങളെ കീറിക്കളയുന്ന, തകർത്ത് കളയുന്ന, അയ്യോ എന്ന് പറയുന്ന കാലങ്ങൾ കഴിഞ്ഞു. That season is over. പൗലോസ് തിമോഥെയോസിനോട് പറയുക, മകനെ, നിന്റെ മേൽ എന്റെ കൈവെപ്പിനാൽ വന്ന ആ ആത്മാഭിഷേകത്തെ നീ ഒന്ന് കത്തിക്കുക. Come on, somebody flame the fire. ആ തീയെ നീ ഒന്ന് ജ്വലിപ്പിക്കുക, ആ കൃപാവരത്തെ നീ ഒന്ന് ജ്വലിപ്പിക്കുക. Fan to flame, kindle the fire. എന്റെ കൈവെപ്പിനാൽ നിന്റെ മേൽ വന്നിരിക്കുന്ന അഭിഷേകത്തെ നീ ജ്വലിപ്പിക്കുക. അതെ, ജ്വലിപ്പിക്കുന്ന ഒരു അഭിഷേകം, കത്തിക്കുന്ന ഒരു അഭിഷേകം. പൈശാചിക നുഖങ്ങൾ തകരുക, മാനസിക പീഡകൾ തകരുക. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുക. ദാവീദിന് നന്നായി അറിയാം ഈ അഭിഷേകം തലയിൽ വീഴുന്നത് എന്തിനാണ്. ഒരു ആട്ടിൻകുട്ടിയെ അവിടെ ഇവിടെയൊക്കെ മേഞ്ഞു പോകുമ്പോൾ എന്താ അവിടെ ഇവിടെ മുള്ളും അതും ഇതൊക്കെ കൊണ്ട് ആ തല മുറിയും. മുറിഞ്ഞ് അങ്ങനെ ഇരുന്നാൽ എന്ത് സംഭവിക്കും? അവിടേക്ക് രോഗാണുക്കൾ വരും, മുട്ടയിടും, ഈച്ചകൾ വന്നിരുന്ന് മുട്ടയിടും. കുറച്ച് കഴിയുമ്പോൾ ആ മുട്ടകൾ പുഴുക്കളായി തീരും. കുറച്ച് കഴിയുമ്പോൾ അതിന്റെ ബ്രെയിനെ പിടിക്കും. ആ ബ്രെയിനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് അവിടെ ഒരു ഇൻഫെക്ഷനായി, വിഷയമായി, പ്രശ്നമായി. പിന്നെ തലയ്ക്ക് വലിയ വിഷയം കാണും. ഈ ആരെന്തെയും ആ തലയിട്ട് അവിടെ ഇവിടെ മടിച്ച് അതങ്ങ് ചാകും. ദാവീദിന് നല്ല അനുഭവമാണ്. ഇടയനാണ്, ആട്ടിടയനാണ്. തലയ്ക്ക് മുറിവ് വന്നിട്ടുണ്ടെങ്കിൽ, മനസ്സിന് മുറിവ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? സ്തോത്രം, എല്ലാ ആടുകളെ ഒന്നൊന്നായി വിളിച്ച് അതിന് നന്നായി മുറിവുകൾ കെട്ടി അതിന്റെ തലയിൽ എണ്ണ കൊണ്ട് അഭിഷേകം എന്ന് പറയുമ്പോൾ തേച്ച് പിടിപ്പിക്കുക. ആ കൈയെടുത്ത് anointing, that means to smear, തേച്ച് പിടിപ്പിക്കുക. ഒരു ഇടയൻ തേച്ച് പിടിപ്പിക്കുക, മുറിവുകളിലേക്ക് എണ്ണ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. ഹല്ലേലൂയ. ദൈവം തന്റെ അഭിഷേകത്തിന്റെ എണ്ണ കൊണ്ട് നമ്മളെ തേച്ച് പിടിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ പട്ടുപോകാതിരിക്കുവാൻ, നാം നശിച്ചു പോകാതിരിക്കുവാൻ, ദൈവത്തിന്റെ പ്ലാനിൽ നിന്ന് നാം വിട്ടുപോകാതിരിക്കുവാൻ ദൈവം തന്റെ വചനമാകുന്ന, തന്റെ ആത്മാവാകുന്ന എണ്ണ കൊണ്ട് നമ്മെ നമ്മൾ അവിടെ പോയി നമ്മളെ തലയിട്ട് അടിച്ച് നാം ചത്തുപോകാതെ, മരിച്ചു പോകാതെ, ദൈവത്തിന്റെ പ്ലാനുകൾ അബോട്ടാകി പോകാതെ. ഹല്ലേലൂയ. ആ കൈവച്ച് നിങ്ങൾ ഒരു പ്രൊഫറ്റിക് ആക്ട് ചെയ്തേ. അവന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ആ കുറച്ചു നേരം നമുക്ക് അതൊന്നും ചെയ്യാം. അവന്റെ തലയെ എണ്ണ കൊണ്ട് you become my delicious feast even when my enemies dare to fight. You become my delicious feast even when my enemies dare to fight. You anoint me with the fragrance of your Holy Spirit. You anoint me with the fragrance of your Holy Spirit. You give
give me all I can drink of you until my cup overflows. You give me all I can drink of you until my cup overflows. എന്റെ പാനപാത്രം നിറഞ്ഞ കവിയോളം, എന്റെ പാനപാത്രം നിറഞ്ഞ കവിയോളം എനിക്ക് നൽകുന്ന ഒരു ദൈവം. എന്റെ തല എന്റെ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം. Oh, hallelujah. Jesus, we thank you, we love you. In Jesus' precious name. Amen, amen, amen.